തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഡിജിപിയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി. എഡിജിപി MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ CC മുകുന്ദൻ MLA അനുനയിപ്പിക്കാൻ CPI നേതൃത്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CC മുകുന്ദനുമായി ചർച്ച നടത്തി. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ പോലീസുകാരന് ജാമ്യാപേക്ഷയുമായി പോലീസ് അസോസിയേഷൻ നടപടിക്കെതിരെ വിജിലൻസ് കോടതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് നാളെ തുടക്കം കുറിക്കും. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നാളെ നടക്കും. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. തെരുവുനായ പ്രശ്നത്തിൽ ദയാവധം നടത്താമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. രോഗബാധിതരായ നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകി. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് DGPയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യ ലംഘനമെന്നാണ് DGPയുടെ റിപ്പോർട്ട്. ഇത് ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ചു. പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നായിരുന്നു DGPയുടെ കണ്ടെത്തൽ. പ്രതിസന്ധിക്ക് പരിഹാരം തേടി റവന്യൂ മന്ത്രി വിളിച്ചിട്ട് അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് 1 വർഷത്തോടടുക്കുമ്പോഴാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. പാർട്ടി നേതൃത്വവുമായി അടഞ്ഞ CC മുകുന്ദൻ MLA അനുനയിപ്പിക്കാൻ CPI നേതൃത്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CC മുകുന്ദൻ MLAയുമായി ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായാണ് ചർച്ച നടത്തിയത്. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം നേതൃത്വത്തോട് പറഞ്ഞെന്നും ഇനി പാർട്ടി എന്ത് നിലപാടെടുത്താലും അത് അംഗീകരിക്കുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടന്ന CPI ജില്ലാ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയിരുന്നു. ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. മുൻ മന്ത്രിക്കെതിരെയും മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെയും CC മുകുന്ദൻ MLA നടത്തിയ പരാമർശങ്ങൾ CPI ജില്ലാ നേതൃത്വത്തിന്റെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീഷിനു വേണ്ടി പോലീസ് അസോസിയേഷന്റെ ഇടപെടൽ. സജീഷും കുടുംബവും അറിയാതെ അസോസിയേഷൻ നേരിട്ട് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സമാന്തരമായി കുടുംബവും തൃശൂർ വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഇതേ തുടർന്ന് തൃശൂർ വിജിലൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ കുടുംബത്തിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷ പിൻവലിച്ചു. തങ്ങളുടെ അറിവില്ലാതെ ഹൈക്കോടതിയിൽ മറ്റൊരു ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനാൽ പിൻവലിക്കുന്നു എന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അതേസമയം പോലീസ് അസോസിയേഷൻ പോലൊരു ഉത്തരവാദിത്തപ്പെട്ട സംഘടന എങ്ങനെ കൈക്കൂലിക്കാരന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചുവെന്ന് തൃശൂർ വിജിലൻസ് കോടതി ചോദിച്ചു. കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഹർജി സമർപ്പിച്ച അസോസിയേഷൻ നടപടിക്കെതിരെ വിജിലൻസ് കോടതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ കർക്കിടകം 1. പഴമക്കാർ പഞ്ഞമാസം എന്ന് വിളിച്ചിരുന്ന കർക്കിടകം ആയുർവേദ ചികിത്സകൾക്ക് ഉത്തമമാണ്. രാമായണ മാസാചരണത്തിനും നാളെ തുടക്കം കുറിക്കും. തിരിമുറിയാതെ പെയ്തു നിറയുകയാണ് പെരുമഴ. കള്ളക്കർക്കിടകത്തിന്റെ കരിമേഘ കരിമ്പടം പ്രകൃതിയെ പുതച്ചിരിക്കുന്നു. ആത്മശുദ്ധീകരണത്തിന്റെയും ശാരീരിക സൗഖ്യം വീണ്ടെടുക്കുന്നതിന്റെയും നാളുകളാണ് ഇനി മലയാളിക്ക്. ഭക്തമാനസങ്ങളിൽ രാമായണ ശീലുകൾ നിറയും. ഈ മാസം അവസാനിക്കുമ്പോഴേക്കും രാമായണം വായിച്ചു തീരണമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ ദശപുഷ്പം ചൂടി മുക്കുറ്റി കുറിവരച്ച് രാമായണ മാസ പ്രഭാതങ്ങളെ വരവേൽക്കും. നാലമ്പല ദർശനവും ഹൈന്ദവ വിശ്വാസങ്ങളിൽ പ്രധാനമാണ്. ആയുർവേദ വിധിപ്രകാരമുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകമാണ് ഉത്തമം. കഴിഞ്ഞ 11 മാസത്തെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കണം. ദുർമേധസ് നീക്കണം. അടുത്ത 1 വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കണം. അതിനുള്ള ഉഴിച്ചിലിനും പിഴിച്ചിലിനും പ്രത്യേക ഔഷധ സേവയ്ക്കുമൊക്കെ പറ്റിയ മാസമാണിത്. കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പഴമക്കാരുടെ ചൊല്ല്. പുതുപ്രതീക്ഷകളുടെ പൂക്കളങ്ങൾ മണ്ണിലും മനസ്സിലും വിടരുന്ന പൊന്നിൻ ചിങ്ങത്തിനായുള്ള കാത്തിരിപ്പാണിനി. ഈ കാലവും കടന്നു പോകട്ടെ. ഈ മേഘങ്ങളും പെയ്തൊഴിയട്ടെ. വരാതിരിക്കില്ലല്ലോ നറുവയിൽ പുഞ്ചിരി തൂകുന്ന ഓണപ്പുലരികൾ. ന്യൂസ് ഡെസ്ക് TCV.
കർക്കിടകം 1 നാളെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഗജപൂജയിലും ആനയൂട്ടിലും 60ഓളം ആനകൾ പങ്കെടുക്കും. ഇത്തവണ ഇതാദ്യമായി 8 പിടിയാനകൾ ചടങ്ങിനെത്തും. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് 7 ആനകൾ പങ്കെടുക്കും. രാവിലെ 7:30 ഗജപൂജ ആരംഭിക്കും. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ കരിമ്പടം വിരിച്ച് 5 ആനകളെ വീതം മഞ്ഞപ്പട്ടണിയിച്ച് ഇരുത്തി പൂജിക്കും. തുടർന്ന് 9:30 ആനയൂട്ട് ആരംഭിക്കും. ക്ഷേത്ര മേൽശാന്തി ശ്രീരാജ നമ്പൂതിരി ആദ്യ ഉരുള നൽകും. ഉണക്കല്ലരിച്ചോറ്, കരിമ്പ്, തണ്ണിമത്തൻ, കൈതച്ചക്ക, കദളിപ്പഴം തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും ആനകൾക്ക് നൽകും. 12,000 നാളികേരം, 2,500 കിലോ ശർക്കര, 200 കിലോ നെയ്യ്, 1000 കിലോ അവിൽ, 100 കിലോ മലർ, തേൻ, ഗണപതി നാരങ്ങ തുടങ്ങിയവ ഉപയോഗിച്ചാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ പ്രസാദം തയ്യാറാക്കുന്നത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടങ്ങും. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പടിഞ്ഞാറേ നടയിൽ ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പ്രത്യേക ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുണ്ട്. ആനകൾ പടിഞ്ഞാറേ നടയിലൂടെ പ്രവേശിച്ച് ചടങ്ങിന് ശേഷം കിഴക്കേ നടയിലൂടെ പുറത്തിറങ്ങും. TCV ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം തടഞ്ഞതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം നടന്നു. 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി, പ്രതീഷ് ഭണ്ഡാരത്തിൽ, ജിജോ പുന്നക്കര എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. രോഗബാധിതമായ തെരുവു നായ്ക്കളെ ദയാവധം നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രം ഇതിനാവശ്യമാണ്. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകും ദയാവധം നടത്തുകയെന്ന് മന്ത്രിമാർ അറിയിച്ചു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഓഗസ്റ്റിൽ തെരുവു നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ നടത്തുമെന്ന് മന്ത്രിമാർ അറിയിച്ചു. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രാജസ്ഥാന് മുകളിലും തെക്ക് പടിഞ്ഞാറൻ ബീഹാറിനും കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിലുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ചേറ്റുവ ഹാർബർ അഴിമുഖത്തിന് സമീപം വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. വലപ്പാട് നിന്നുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട 3 പേരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട വലപ്പാട് സ്വദേശികളായ കല്ലയിൽ ബിപിൻ, തട്ടാരപ്പുരയ്ക്കൽ വിജിത്ത് എന്നിവരെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം പഞ്ഞമ്പള്ളി സ്വദേശി അൻസിലിനെയാണ് കാണാതായത്. പ്രതികൂല കാലാവസ്ഥ മൂലം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. വ്യാഴാഴ്ച രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും.
തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച അവധി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. വ്യാഴാഴ്ചത്തെ അവധി TCVയുടെ വൈറലായ സൽമാന് ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കഴിഞ്ഞ മാസം പാലപ്പള്ളിയിൽ നടന്ന മാരത്തോണിനിടെയാണ് 7ാം ക്ലാസ്സുകാരനായ സൽമാനെ കളക്ടർ പരിചയപ്പെട്ടത്. ഈ അവധി സൽമാനും സൽമാനെ പോലെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായി കളക്ടർ അറിയിച്ചു. വലിയ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അവ യാഥാർത്ഥ്യമാകട്ടെ എന്നാശംസിക്കുന്നു. വലിയ നേട്ടങ്ങളിലേക്ക് ഓടിക്കുതിക്കുവാൻ സൽമാനും സാധിക്കട്ടെ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മാരത്തോണിന് മുൻപായി കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ അവധി തരുമോ എന്ന സൽമാന്റെ ചോദ്യവും ഓട്ടവും കളക്ടറുടെ മറുപടിയും പ്രോഗ്രാം പ്രൊഡ്യൂസറായ സൂരജ് കൃഷ്ണയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് TCVയിലൂടെ വാർത്ത സൽമാൻ വൈറലാവുകയായിരുന്നു. 30 ലക്ഷം പേരാണ് സൽമാന്റെ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം കണ്ടത്. സാറിനെ ഓടി തോപ്പിച്ചു കഴിഞ്ഞാൽ അവധി വരുമെന്ന് നമ്മള് ചാലഞ്ച് ഏറ്റെടുത്തേക്കാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടി സ്കൂൾ അവധിയാവോ? അടുത്ത ലീവ് മഴ കാരണം അടുത്ത് പ്രഖ്യാപിക്കുന്ന ലീവ് സൽമാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഈ മാസം 22-ന് പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്കിൽ നിന്നും ഒരു വിഭാഗം പിന്മാറി. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറമാണ് പണിമുടക്കിൽ നിന്ന് പിന്മാറിയത്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഫോറം പിന്മാറ്റം പ്രഖ്യാപിച്ചത്. അതേസമയം ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്കിൽ ഭൂരിഭാഗം ബസ് ഉടമകളും ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ അനുവദിക്കുക, മോട്ടോർ വാഹന വകുപ്പ് പോലീസ് പരിശോധനകൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബസ് യാത്രികരുടെ ദേഹത്ത് ചെളി തെറിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം ജില്ലയിലെ വടക്കേക്കര ചക്കുമരശ്ശേരിയിലായിരുന്നു സംഭവം. ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ചു എന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത്. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുക എന്നതായിരുന്നു ഹർജിയുമായി എത്തിയ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രധാന വാദം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനാലാണ് ബിഷപ്പിന്റെ അനുഗ്രഹം തേടാൻ വന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. തൃശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല. ഓരോ മാധ്യമത്തിനും മാധ്യമത്തിൻ്റെതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും. അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികളുണ്ടാകും. അപ്പോൾ അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ശഠിക്കുന്നത്? വാഹനത്തിന്റെ മുൻചില്ലിൽ തന്നെ ഫാസ്ടാഗ് സ്ഥാപിക്കണമെന്ന മുന്നറിയിപ്പ്. ലൂസ് ഫാസ്ടാഗുകൾ സൂക്ഷിക്കുന്ന വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നടപടികൾ കർശനമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. വാർഷിക പാസും മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോളിംഗും നടപ്പാക്കാനിരിക്കെ ഫാസ്ടാഗ് സംവിധാനം മെച്ചപ്പെടുത്താനാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ചില വാഹനയുടമകൾ ബോധപൂർവം വിൻഷീൽഡിൽ ഫാസ്ടാഗ് പതിപ്പിക്കാതിരിക്കാറുണ്ട്. ഇത് ടോൾ പിരിവിന്റെ താളം തെറ്റിക്കുന്നതായും വാഹനങ്ങൾ വൈകി ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ലൂസ് ഫാസ്ടാഗുകൾ കണ്ടാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ ടോൾ പിരിവ് ഏജൻസികൾക്ക് NHAI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ഇമെയിൽ ID-യും ഏർപ്പെടുത്തി. ഇത്തരം ഫാസ്ടാഗുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടോൾ പ്ലാസകളിൽ കാലതാമസമുണ്ടാകുന്നത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നതിനാൽ മുൻചില്ലിൽ തന്നെ ഫാസ്ടാഗ് സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ വർഷം NHAI ആവശ്യപ്പെട്ടിരുന്നു. ടോൾ പിരിവ് ഡിജിറ്റലാക്കിയതോടെ ഫാസ്ടാഗ് 98% വാഹനങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ടോളിന് പകരം വാർഷിക പാസ് ഏർപ്പെടുത്തുന്നത് അടുത്ത മാസം മുതൽ നടപ്പിലായേക്കും. 3000 രൂപയുള്ള വാർഷിക പാസ്സാണിത്. സ്വകാര്യ വാഹനങ്ങൾക്കാണ് പാസ് നൽകുക. 1 വർഷം വരെ അല്ലെങ്കിൽ 200 യാത്രകൾക്ക് വരെ പാസ് ഉപയോഗിക്കാനാകും.
TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മാള മേലടൂരിൽ സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. കുരുവിലശ്ശേരി സ്വദേശി മാരിക്കൽ കരിപ്പാത്ര വീട്ടിൽ സഹദേവനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. കടുത്ത നെഞ്ചുവേദനയിലും സ്കൂൾ ബസ് റോഡിന്റെ വശത്തേക്ക് മാറ്റി നിർത്തി കുട്ടികളെ അപകടത്തിനിരയാക്കിയതാണ് സഹദേവൻ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 2 വർഷമായി സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് സഹദേവൻ. ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിന് 3 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരമായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായി ബസ് ബേകളും അതിനു മുകളിലായി ഓഡിറ്റോറിയവും എന്ന രീതിയിലാണ് നിർമ്മാണം നടത്തുകയെന്ന് മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ KSRTC ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KSRTC ഇരിങ്ങാലക്കുട യൂണിറ്റിൽ നിന്നും 2 നാലമ്പല സർവീസുകൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 6 മണിക്കും 6:30 ഇരിങ്ങാലക്കുട KSRTC സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയി അധ്യക്ഷത വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപി, ചാലക്കുടി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, അമ്പിളി ജയൻ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറ 13 ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 1 മാസമായി പ്രദേശത്ത് നിലയുറപ്പിച്ച 2 ആനകളാണ് ബുധനാഴ്ച പുലർച്ചെ വീട്ടുപറമ്പുകളിലെത്തിയത്. കൊച്ചുപറമ്പിൽ ശ്യാമളന്റെ വീട്ടുമുറ്റത്തെ തെങ്ങുകളും വാഴകളും ആനകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പിന്തിരിഞ്ഞ ആനകൾ പിന്നീട് ചിക്ലായ് ഭാഗത്തേക്ക് പോയി. ഇവിടെയും പല വീട്ടുപറമ്പുകളിലെയും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കളക്ടറുടെ നിർദ്ദേശം നടപ്പായില്ല. റോഡരികിൽ സുരക്ഷ ഒരുക്കിയില്ലെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്തിനെതിരെ പരാതി. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ പാറമടയുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തിനു നേരെ അധികൃതർ മുഖം തിരിക്കുന്നതായാണ് പരാതി. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് ആവശ്യമായ നടപടിയെടുക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് KG രവീന്ദ്രനാഥ് പറയുന്നു. ഇഞ്ചക്കുണ്ട് കൽക്കുടി റോഡിന് സമീപമുള്ള കരിങ്കൽ ക്വാറിക്ക് ക്രാഷ് ഗാർഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നു. 3 മാസമായി ഇതുവരെ നാളിതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. കളക്ടർ ഉത്തരവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് പരാതിക്കാരന് മറുപടി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടർക്കും അതുപോലെ പഞ്ചായത്ത് മിനിസ്റ്റർ രാജേഷ് അവറുകൾക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൽക്കുഴി റോഡിന്റെ അരികിലാണ് ആഴമേറിയ പാറമടയുള്ളത്. റോഡിലെ ഇറക്കമുള്ള ഭാഗത്താണ് വെള്ളം നിറഞ്ഞുകിടക്കുന്ന ഈ പാറമടയുള്ളത്. ദുർബലമായ കമ്പിവേലി മാത്രമാണ് റോഡരികിലുള്ളത്. റെയിൽ ഗാർഡ് പോലുള്ള ഉറപ്പേറിയ സുരക്ഷാ സംവിധാനം ഇവിടെ സ്ഥാപിക്കണമെന്നാണ് KG രവീന്ദ്രനാഥ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ബാലാവകാശ കമ്മീഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കും രവീന്ദ്രനാഥ് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര.
സാങ്കേതിക തടസ്സങ്ങൾ മാറിയതിനെ തുടർന്ന് തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് അടുത്ത ആഴ്ച മുതൽ വീണ്ടും മൃഗങ്ങളെ മാറ്റി തുടങ്ങും. ഇത് സംബന്ധിച്ച് കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ ഉത്തരവ് ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റിയ പക്ഷിമൃഗാദികളിൽ ചിലത് ചത്തതിനെ തുടർന്ന് മൃഗങ്ങളെ മാറ്റുന്നത് നിർത്തിവെക്കുകയായിരുന്നു. സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുള്ള സ്ഥലമടക്കം പൂർത്തിയായ സാഹചര്യത്തിലാണ് മൃഗങ്ങളെ മാറ്റുന്നത് പുനരാരംഭിക്കുന്നത്. പുള്ളിമാൻ, കലമാൻ, പന്നി, മാൻ, മാവ് എന്നിവയാണ് മാറ്റുന്നത്. ബോമ രീതിയിലാണ് മാറ്റം. അതിനിടെ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു കാട്ടുപോത്തിനെ കൂടി സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. ഇതോടെ സുവോളജിക്കൽ പാർക്കിലെ കാട്ടുപോത്തുകളുടെ എണ്ണം 3 തൃശൂർ, തിരുവനന്തപുരം മൃഗശാലകളിൽ നിന്ന് 439 പക്ഷിമൃഗാദികളെയും കർണാടകയിൽ നിന്ന് കടുവ, കരടി, കാട്ടുനായ എന്നിവയെയും അടുത്ത മാസം എത്തിക്കും. തൃശൂരിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ കണ്ടാരൻ രാജു, ഷാലറ്റ് കൃഷ്ണ, ഫ്രോബൽ കൃഷ്ണ, ഷെറീഫ്, ജിതിൻലാൽ, വൈശാഖ് എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 42 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 121 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 79 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഓൺലൈൻ ട്രേഡിംഗിലൂടെ 73 ലക്ഷത്തോളം രൂപ തട്ടിച്ച കമ്മീഷൻ ഏജന്റ് പിടിയിൽ. ബംഗളൂരു ഹൊബ്ലി സ്വദേശി ദൊഡ്ഡപ്പ ഗൌഡയാണ് തൃശൂർ റൂറൽ സൈബർ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. ഏങ്ങണ്ടൂർ സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. ട്രേഡിംഗ് നടത്തിയാൽ വൻ ലാഭം നേടാമെന്ന മെസ്സേജുകൾ മുഖാന്തരം വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം അയച്ചുകൊടുത്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തി വിവിധ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. ഇതിൽ കമ്മീഷൻ കൈപ്പറ്റിയ യഥാർത്ഥ പ്രതികൾക്ക് തട്ടിപ്പിന് സഹായിയായി പ്രവർത്തിച്ചതിനാണ് ഇയാൾ അറസ്റ്റിലായത്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്ത തോക്ക് ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പി ബാലചന്ദ്രൻ MLA. ജോയിന്റ് കൗൺസിൽ നന്മ സാംസ്കാരിക വേദിയുടെ സർഗാത്മക പ്രതിരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരി ലിസി, യുവ കലാസാഹിത്യ രക്ഷാധികാരി EM സതീശൻ എന്നിവർ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ S സജീവ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ, സംസ്ഥാന വൈസ് ചെയർമാൻ VV ഹാപ്പി തുടങ്ങിയവർ സംസാരിച്ചു. നടക്കുകയുണ്ടായി. സുനിത വില്യംസും ബുച്ചുവിൽ മോറും ബഹിരാകാശ യാത്രയ്ക്ക് പോയത് 2 ആഴ്ചക്കാലത്തേക്കാണ്. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ് നാട്ടുകാർ. 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ പോസ്റ്റ്മാനെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള തപാൽ വിതരണത്തിന് മാസത്തോളം കാലതാമസം നേരിടുന്നത്. പിരിച്ചുവിട്ട പോസ്റ്റ്മാനു പകരം 2 പേരെ താൽക്കാലികമായി നിയമിച്ചെങ്കിലും അവർക്ക് സ്ഥലത്തെയോ മേൽവിലാസക്കാരെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇതുമൂലം വിതരണം ചെയ്യേണ്ട രജിസ്റ്റേർഡ് ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികളെല്ലാം പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ജനങ്ങളിലേക്ക് എത്തുന്ന പോസ്റ്റൽ കാര്യങ്ങൾ, അതായത് ഇന്റർവ്യൂ കാർഡുകൾ, സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട അറിയിപ്പുകൾ, പാടശേഖര സമിതികളുടെ അറിയിപ്പുകൾ, ഇതൊന്നും കിട്ടാത്ത കുറേ പോസ്റ്റൽ കാര്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ഫോണിൽ സംസാരിക്കുകയും പുതിയ ആളുകൾ നിലവിൽ വരുന്നുണ്ടെന്ന് അറിയിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനം 2 മാസക്കാലം ഉള്ള പോസ്റ്റൽ സംവിധാനം എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ടോ എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. 5 വാർഡുകളിലെ 2000-ഓളം കുടുംബങ്ങളും മറ്റു സ്ഥാപനങ്ങളും മനക്കൊടി പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലുണ്ട്. ജൂൺ 1 മുൻപായി കിട്ടേണ്ട പ്രധാനപ്പെട്ട തപാൽ കഴിഞ്ഞയാഴ്ചയാണ് കിട്ടിയതെന്ന് വാർഡംഗം രാകേഷ് പറഞ്ഞു. തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ മനക്കൊടി പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കായിക മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ PC ആന്റണി, പാഠപുസ്തക സമിതി അംഗം MP അനിൽകുമാർ, ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ സെക്രട്ടറി VU ശ്രീകാന്ത്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത്, PB ഡൊമിനിക്, CB ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു.
SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന VSനെ സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് ചികിത്സകൾ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഇപ്പോൾ നൽകിവരുന്ന വെന്റിലേറ്റർ സഹായവും ഡയാലിസിസും ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരാനാണ് തീരുമാനം. അതേസമയം ഇന്ന് VSന്റെയും സഹധർമ്മിണി വസുമതിയുടെയും 58ാം വിവാഹ വാർഷികമാണ്. ഇരുവരുടെയും പഴയകാല ഫോട്ടോയും അന്നത്തെ പാർട്ടിയുടെ കല്യാണ ക്ഷണപത്രികയും മകൻ അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പ്രതിസന്ധികൾ സമ്മാനിക്കുന്ന വേദനകൾക്കിടയിലും സ്നേഹത്തിന്റെ ഉണർത്തുകൾ പ്രതീക്ഷകൾ എന്ന വരികളോടെ ഇട്ട പോസ്റ്റിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്. ചാലക്കുടിയിലെ ബാറിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച് ഫോൺ കവർന്ന പ്രതി അറസ്റ്റിൽ. കോടശ്ശേരി ചൌക്ക സ്വദേശി ചിറയത്ത് വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. അപ്സര ബാറിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ചാലക്കുടി പോട്ട സിതാരനഗർ കളപ്പാട്ടിൽ വീട്ടിൽ വിനിലിനെയാണ് ഇയാൾ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. 3 പീടികയിൽ യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും ചാർജറും ഇയർഫോണും പവർ ബാങ്കും കവർ ചെയ്ത പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 14-ന് എറണാകുളത്തേക്ക് പോകുന്നതിനായി ബസ് കാത്തു നിൽക്കുകയായിരുന്ന കയ്പമംഗലം സ്വദേശി പുത്തേഴത്ത് വീട്ടിൽ ഷാഹിലിനെ ആക്രമിച്ചാണ് കവർച്ച നടത്തിയത്. ഈ കേസിൽ ചാവക്കാട് എടക്കഴിയൂർ എനിപ്പുള്ളി വീട്ടിൽ നികേഷ്, ചാവക്കാട് മതിലകത്ത് വീട്ടിൽ നിഷാമുദ്ദീൻ, ചാവക്കാട് തിരുവത്ര സ്വദേശി മേത്തി വീട്ടിൽ മുഹമ്മദ് മുർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയപാത ചാലക്കുടി ക്രസന്റ് സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. നെല്ലായി സ്വദേശികളായ കുന്നുമ്മൽ വിഷ്ണു, കാരണത്ത് വീട്ടിൽ നിതിൻ, കാഞ്ഞിരപ്പള്ളി കിഴക്കൽ വീട്ടിൽ അഷ്റഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെയും പരിക്ക് സാരമുള്ളതല്ല. നോക്കാം വാണിജ്യം. JB എഡ്യൂഫ്ലൈയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ MBBS എക്സ്പോ വെള്ളിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. JB എഡ്യൂഫ്ലൈയുടെ നേതൃത്വത്തിൽ MBBS പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ ഏറ്റവും വലിയ MBBS എക്സ്പോ 2025 പ്രദർശനമാണ് ജൂലൈ 18-ന് തൃശൂരിലെ പേൾ റീജൻസിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോയിലൂടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള MBBS പഠന സാധ്യതകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാകും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ നീറ്റ് സ്കോറിൽ എങ്ങനെ പ്രവേശനം നേടാമെന്ന് വിശദീകരിക്കുന്ന സെമിനാറുകൾ നടക്കും. യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റുകളായ മറിയം ജലറ്റ്സ്, നിനോ കുർഷുബാത്സ് എന്നിവർ പങ്കെടുക്കുന്ന എക്സ്പോയിൽ അന്താരാഷ്ട്ര കരിയർ കോച്ചും JB എഡ്യൂഫ്ലൈയുടെ ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് മികച്ച അവസരമായിരിക്കും ഈ എക്സ്പോ. കൂടുതൽ വിവരങ്ങൾക്ക് 9048081700 6238689522. ഇന്ത്യയിലെ 5ാമത്തെ വലിയ ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളും ബാറ്ററി എനർജി സ്റ്റോറേജിൽ മുൻപന്തിയിലുള്ളവരുമായ പ്യുവർ ഇലക്ട്രിക്കലിന്റെ ജില്ലയിലെ ആദ്യത്തെ 2-വീലർ ഷോറൂമായ പ്യുവർ EV മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടൂരിൽ ധനലക്ഷ്മി ബാങ്കിന് എതിർവശത്ത് JJ ബിൽഡിംഗിലാണ് പ്യുവർ ഇലക്ട്രിക്കലിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി, സർവീസ് സെന്ററിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപക്, സോളാർ ആൻഡ് ഹോം ഓട്ടോമേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലീല രാമകൃഷ്ണനിൽ നിന്ന് ആദ്യ വിൽപ്പന KT ജോസഫ് സ്വീകരിച്ചു. PP അച്യുതനിൽ നിന്ന് ആദ്യ ബുക്കിംഗ് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഏറ്റുവാങ്ങി. ഷോറൂം ഉടമ റോഗൻ ഡേവിഡ്, ഡയറക്ടർ ഡെൽഫി റോഗൻ, കുന്നംകുളം CCTV ചെയർമാൻ TV ജോൺസൺ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. നവീന മോഡലുകളിലുള്ളതും സാങ്കേതിക തികവാർന്നതുമായ നിരവധി ഇലക്ട്രിക് 2-വീലറുകൾ ഷോറൂമിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്യുവർ പവറിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗാർഹിക ആവശ്യങ്ങൾക്ക് 3, 5, 12, 20 കിലോ വാട്ടിലും കമേഴ്സ്യൽ പർപ്പസിന് 50 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെയും ഗ്രിഡ് പർപ്പസിന് മെഗാ കപ്പാസിറ്റികളിലും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ദിവസം ഇലക്ട്രിക് 2-വീലർ ബുക്ക് ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ സ്പെഷ്യൽ ഓഫറും ആദ്യം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന 100 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995678090 9567678090.
പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് DGPയുടെ റിപ്പോർട്ട് ശരിവെച്ച ആഭ്യന്തര സെക്രട്ടറി. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞ CC മുകുന്ദൻ MLA അനുനയിപ്പിക്കാൻ CPI നേതൃത്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CC മുകുന്ദനുമായി ചർച്ച നടത്തി. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ പോലീസുകാരന് ജാമ്യാപേക്ഷയുമായി പോലീസ് അസോസിയേഷൻ നടപടിക്കെതിരെ വിജിലൻസ് കോടതി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ കർക്കിടകമെന്ന് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കും. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നാളെ. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. തെരുവുനായ പ്രശ്നത്തിൽ ദയാവധം നടത്താമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. രോഗബാധിതമായ നായ്ക്കളെ ദയാവധം നടത്താൻ സർക്കാർ അനുമതി നൽകി. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.